ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യും. ആ ക്ലബിനെ കൊണ്ട് ഈ ആരോ ഗെയിമിംഗ് 123 എന്ന് പറയുന്ന ക്ലബിനെ കൊണ്ട് നമ്മൾ ആ ഒരു കപ്പ്, ഏതെങ്കിലും ഒരു കപ്പ് നമ്മൾ അടുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യണം ഇനി. അപ്പോൾ എൻ്റെ ഇത്ര ടീമുകളുണ്ട്, പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ എടുക്കുക. നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സെമി പ്രോ ഇടാം, ക്ലബ് എടുക്കാം. നമുക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകാം കേട്ടോ. ക്രിയേറ്റ് ക്ലബ്. നമുക്ക് ടീമിൻ്റെ പേര് എന്തിടും? നമ്മുടെ ആരോ ഗെയിമിംഗ് 123 തന്നെ ഇടാം. സ്പെല്ലിംഗ് തെറ്റി. പിന്നെ നിങ്ങൾ ഇന്നലത്തെ കളി കണ്ടുണ്ടാവും, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അത് വേറൊരു വേസ്റ്റ് ടീമിനെ കൊണ്ട് നമ്മൾ കപ്പടിപ്പിക്കുന്നതായിരുന്നു, നമ്മുടെ ലാലിഗത്തെ. പക്ഷെ അത് എടുത്തത് നടന്നില്ല. സ്റ്റേഡിയം എന്തിടും? നമുക്ക് ക്യാമ്പിനോ ഇടാം. ക്യാമ്പിനോ വേണ്ട, നമ്മൾ ഏത് ടീം ഇടും? സ്റ്റേഡിയം. അപ്പോൾ ഏതിടും? അങ്ങനെ ഗൈസ്, ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് കിങ് പവർ സ്റ്റേഡിയം എടുത്തിട്ടുണ്ട്. പ്രീമിയർ ലീഗത്തെ ടോപ്പ് 20 സ്റ്റേഡിയത്തിൽ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ അടിക്കാം. ടീമിൻ്റെ ജേഴ്സി ഏതിടും? ഇത് വേണ്ട. ഇതിടാം. ടീം കളേഴ്സ് നമുക്ക് ഷർട്ടിൻ്റെ കളർ മാറ്റാം. ഇത് മതി. ഇനി സോക്സിൻ്റെ കളർ മാറ്റിയിട്ട് ബ്ലൂ ഇടാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഹോം കിറ്റ് കേട്ടോ. ഇനി എവേ കിറ്റ് നമുക്ക് ഇതത്തെ കളർ തന്നെ ഇടാം. ഷർട്ടിൻ്റെ ഇവിടെ വരുന്നത് ഇതും, സൈഡിൽ വരുന്നത് മഞ്ഞ കൊടുക്കാം. സോക്സിൻ്റെ കളറ് ഡിസൈൻ ഇത് വേണ്ട. ഇത് മാറ്റിയാലോ? ഇത് അവേ കിറ്റ് ഇടാം. ഹോം കിറ്റ് നമുക്ക് മഞ്ഞിടാം. ഇത് മാറ്റാം. ഡിസൈന് ഇതിട്ടാലോ? വേണ്ട, ഇതും വേണ്ട. ഈ കുറേശ്ശെ ലുക്കായി. നമുക്ക് ജേഴ്സിയുടെ കളർ അതിന് മാറ്റാം. ഷർട്ട് നമുക്കൊരു ഈ ഒരു കളർ വേണ്ട, പച്ച. പോർച്ചുഗലാണ് ഇത്. നീലടാം, അവിടെ നീലടാം. ഡിസൈൻ മാറ്റാം. ഇത് നടുക്കിൽ മഞ്ഞ വേണ്ട, ഡാർക്ക് ഇടാം. ഈ സോക്സിൻ്റെ ബസ്. നമുക്ക് ട്രൗസർ ഷോർട്സ് അല്ലേ, ട്രൗസർ നമുക്ക് ഇഴുത്തിടാം. അപ്പോൾ ഗൈസ്, തൽക്കാലം നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടോ? ഇത് മതി. കണ്ടിന്യൂ ചെയ്യാം. ഹോം കിറ്റ് ആൻഡ് ഓർ കളേഴ്സ് ടു സിംഗിൾ. ഇവിടെ മാറ്റി നമുക്ക് നീലിടാം. അപ്പോൾ ഇതെന്താ? ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഞാൻ ഫോട്ടോ എടുത്തു. അപ്പോൾ ഗൈസ്, അതെന്തോ വന്നിട്ട് അത് പോയി. നമുക്ക് ലോഗോ, ഇന്ത്യയിലുള്ള ലോഗോ അത് പറ്റില്ല. ആ ലോഗോ പറ്റില്ല എന്ന് പറഞ്ഞവർ, അതുകൊണ്ട് ഞാൻ മാറ്റി. നമുക്കിപ്പോൾ ഏത് ടീം എടുക്കണം? ഈ ടീമിലത്തെ ഒരു ടീം നമുക്ക് എടുക്കണം ഗൈസ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ടീം എടുക്കാം. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ പുതിയ ജേണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോഗോ ഇല്ല ഈ ടീമിന്, അതാണ് പ്രശ്നം. ലോഗോ എന്താ ചെയ്യണീ?
ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണ ലോഗോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടീം നോക്കാം. നമ്മുടെ അടിപൊളി ടീമാണ് ഗൈസ്. സെൻറ്റർ ബാക്ക് സ്മിത്തും, നമ്മൾക്കാർ 90K ഉള്ളൂ, അതാണ് പ്രശ്നം. ഇനി റൈറ്റ് ബാക്കിന് DMF ഉണ്ട്, 2 ലെഫ്റ്റ് വിങ് ഉണ്ട്. ഈ ലെഫ്റ്റ് വിങ്ങിന് AMF കളിക്കാം. നമുക്ക് വേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് വിങ് ഇല്ല, ബാക്കപ്പ് റൈറ്റ് വിങ് ഇല്ല. ഈ 90K എന്ത് കിട്ടാൻ നമുക്ക് ടീമിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട് 2-0. ലോഗയാണ് വിഷയം. 2 ടീമിന് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, അല്ല 2 പ്ലെയേഴ്സിന് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കളി നമ്മൾ തോറ്റിട്ടുണ്ട് ഗൈസ്, 4-0. ഓക്കെ, സൂപ്പർ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു കേട്ടോ. ഇനി യൂറോപ്യൻ സൂപ്പർ കപ്പിൽ റിയൽ മാഡ്രിഡ് ജയിച്ചിട്ടുണ്ട്. ഇനി FA കപ്പാണ് നമുക്കുള്ളത്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, മാനേജർ ക്ലബ്ബ് പോവാണ്. ഇപ്പം എന്താ ചെയ്യുക ടീം? നമുക്കിപ്പോൾ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ വാല്യൂ നോക്കാം. ഓക്കെ, 100Kയുടെ ഈ ലെഫ്റ്റ് വിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലത്തെ ടൈലർ പിന്നെ കോട്ടൺ പിന്നെ 83 ഉണ്ട്. ഇവിടെ 2 ലെഫ്റ്റ് വിങ് ഉണ്ട്. ഓക്കെ, ഇവനെ നമുക്ക് ഇപ്പോൾ AMFന് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇവനെ വിൽക്കാം, സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവന് 78K ഉള്ളൂ, വിൽക്കാം നമുക്ക്. 66 പോയി. ഇനി നമ്മുടെ ലെഫ്റ്റ് ഓക്കെ, നമുക്കിപ്പോൾ റൈറ്റ് വിങ്ങാണ് വേണ്ടത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ് കിട്ടണം. ഓക്കെ, ഒരു യങ് പ്ലെയർ ഉണ്ട്, നമുക്ക് യങ്ങിനെയാണ് വേണ്ടത്. 61 ഇല്ല ഗൈസ്, റിജക്റ്റ് ചെയ്തു. നമുക്ക് ലോണിൽ മതി. വീണ്ടും റിജക്റ്റാണ്, ഒരിക്കലും ഇല്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം, ചിലപ്പോൾ വന്നാലേ. 93 ഇല്ല ഗൈസ്, ഒരാളിനി വരില്ല. 55 തൊട്ട് 60 ഇതിൽ വരണം, പക്ഷെ അവർ ഇല്ല. ഇപ്പോൾ നമുക്ക് ചെയ്യണത് ഇപ്പോൾ ഉള്ളത് ടൈലറാ. ഷൂട്ടിങ് 55 ഉള്ളൂ. ഇപ്പോൾ ടൈലറോടെ 61K ഉള്ളൂ. ഈ 100K ഉള്ളത് ആർക്കാ? ഈ ലെഫ്റ്റ് വിങ്ങിന്. എന്തായാലും ലെഫ്റ്റ് വിങ് വല്ലതുണ്ട്. നമുക്കൊരു 60 തൊട്ട് 65 വേണം, അല്ലെങ്കിൽ പറ്റില്ലേ. ഇവൻ വരില്ല എന്നാ നേരത്തെ പറഞ്ഞ. ലെഫ്റ്റ് വിങ് കൊടുക്കാം. നേരത്തെ ഞാൻ കൊടുത്തില്ല, അതങ്ങനെ തോന്നുന്നുണ്ട്. 61 ഒരു യങ് പ്ലെയർ ഉണ്ട്. 56 ഇവരൊന്നും വരില്ലേ. നമുക്ക് യങ് എന്ന് പറഞ്ഞാൽ യങ് വേണം. ഓക്കെ, അടിപൊളി. ഓക്കെ, വരാനുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ടൈലറിനെ വിൽക്കാം. അപ്പം അതാ ചെയ്യാളെ. 82 പോയി, അടിപൊളി. ഞാൻ ടൈലറിനല്ലേ വിറ്റേ, മണ്ടത്തരം പറ്റി. ടൈലറിന് വിറ്റില്ല, വേറെ ഒരു വിറ്റേ. മറ്റവനെ വിറ്റേ, ടൈലറല്ലാന്ന് മാത്രം. 238 ഉണ്ട്. ഈ പൈസക്ക് നമുക്ക് നല്ലൊരു റൈറ്റ് വിങ്ങിനെ വാങ്ങാൻ പറ്റൂ.
എൻ്റെ ചോദ്യം അത് റേറ്റിംഗ് 30 ഉണ്ട്. നോക്കി നോക്കാം വരുമോ. ഓക്കെ ഗൈസ് വന്നിട്ടുണ്ട്, പക്ഷേ ഏജ് നോക്കിയില്ല. ഇപ്പം സാരില്ല, അവനിടാം. എന്നിട്ട് ഈ ടൈലറിനെ കളഞ്ഞാലോ? വേണ്ട, റൈറ്റ് വിങ്ങിൽ അയച്ചിട്ടുണ്ട് ആളെ. ഇനി ലെഫ്റ്റ് വിങ്ങിന് ബാക്കപ്പ് ലെഫ്റ്റ് വിങ് വേണം. അതൊരിക്കലും പറ്റില്ല പൈസ കൊണ്ട്. പിന്നെ ഓഫർ വന്നിരിക്കുന്നത് ഇവനാണ്, 73 പറഞ്ഞിരിക്കണത്. ലെഫ്റ്റ് ബാക്കും സെൻറ്റർ ബാക്കും കളിക്കാൻ പറ്റും ഇവന്. ആരത് ഇവനാണ്. ഇവന് ശരിക്കും 49. ഇവൻ ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ഇവൻ. ഇപ്പം എന്തായാലും FA കപ്പിത്തെ ഒരു മാച്ച് കളിച്ച് നോക്കട്ടോ. ക്വാളിഫയിങ് ആണ് കേട്ടോ, മറ്റേതല്ല. അപ്പോൾ കളിച്ചിട്ട് കാണാം. അപ്പോൾ ചായം തന്നെ ഓർക്കണം ചാൻസ് കിട്ടിക്കണത്. പുറത്തേക്ക് പോയിട്ടുണ്ട്. ഗോൾ കീപ്പർ 51 പറഞ്ഞൊരു കാര്യം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചാൻസ് കിട്ടിക്കാണ്. അടിച്ചോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട് 1-0. ഗൈസ് ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതി. ഓക്കെ, 46 മിനിറ്റിൽ തന്നെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പാസ് കൊടുക്കാം, ഒന്ന് അടിച്ചു നോക്കിയാലോ. ഓക്കെ, ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 2-0. അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫ്രീ കിക്കാണ്. ഓ, വീണ്ടും പുറത്തേക്കാണ്. ഗൈസ് നമുക്കൊരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കൊടുത്തു നോക്കാം. വലിയ കേസ് കിട്ടിയില്ല. എൻ്റെ കേസ് കളി കഴിഞ്ഞു 2-0 ജയിച്ചിട്ടുണ്ട്. ഈ നാഷണൽ ലീഗാണ്, സൗത്താണ്. നാഷണൽ ലീഗിൻ്റെ സൗത്ത് നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ 6 മിനിറ്റ് തന്നെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ ഓക്കെ ഗൈസ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഗൈസ് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് സിമ്പിളായിട്ട് ഓടിക്കാം. ഓക്കെ, ഇപ്പോൾ 2-0. അവർക്കൊരു പെനാൾട്ടി. ഓ, ക്രോസ് ബാർ തട്ടി. വീണ്ടും ഒരു ചാൻസാണ് അവർക്ക് കിട്ടി. അത് സേവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ചാൻസ്. അതും ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓ, സേവ് ചെയ്തു. അങ്ങനെ ഗൈസ് അവർക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സേവ് ചെയ്തു. അപ്പോൾ വീണ്ടും അവർക്കൊരു ചാൻസാണ്. ഓക്കെ, അത് കൈപ്പിടിയിലെത്തിക്കുക. പിന്നെ നിങ്ങൾ ഇന്നലത്തെ കളി കണ്ടിട്ടുണ്ടാവും, കേരള ബ്ലാസ്റ്റേഴ്സ് vs ഒഡീഷ FC. നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വീണ്ടും ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഒരു ചാൻസ് ഇട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പാസ് കൊടുക്കാൻ ചോദിച്ചു. ഓക്കെ ഗൈസ് വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടുണ്ട്. അവരടിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, 3-1 നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. എനർജി കുറഞ്ഞ കുറച്ച് പ്ലേസൊക്കെ ഉണ്ട്. സെൻറ്റർ ഫോർവേഡിനെ മാറ്റാം. അങ്ങനെ ഗൈസ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, കളി ഏറെയുണ്ട്. അങ്ങനെ ഗൈസ് ഇഞ്ചുറി ടൈമിൽ ആഡോ ടൈമിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചുറി ടൈമിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 4-1. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ് 4-1. ഓക്കെ, ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സിൽ നമ്മുടെ പ്ലെയർ ഉണ്ട്, അസിസ്റ്റിൽ നമ്മുടെ പ്ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ ഡിവിഷൻ 6-ലാണ്. അപ്പോൾ നമ്മൾ എത്ര സ്ഥാനത്താ? നമ്മുടെ ടീം എവിടെയാണ്? അത് വേറെ ടീമാണ്.
ഓക്കെ. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ഇനി ഈ കരിയർ മോഡിൻ്റെ എപ്പിസോഡ് 2 നാളെ ഇടാൻ നമ്മൾ ശ്രമിക്കാം. അതേപോലെ ചിലപ്പോൾ ഒന്ന് ബയേണിൻ്റെ കരിയർ മോഡിൻ്റെ എപ്പിസോഡ് 2 ഇന്ന് ചിലപ്പോൾ വരും. ഓക്കെ. അപ്പോൾ നാളിട്ട വീഡിയോ എപ്പിസോഡ് 1 ബയേണിൻ്റെ ഒരു ഇതും ആയിട്ടില്ല, കുറച്ച് വ്യൂസൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ ലൈക്കൊന്നും ഇല്ല കേട്ടോ ഇതിൽ. ഓക്കെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ.